നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതം ചിലപ്പോഴെങ്കിലും ഒരടഞ്ഞ വാതിലിനു മുന്നിൽ നിൽക്കുന്നതുപോലെ നമുക്ക് തോന്നാറില്ലേ? എത്രയൊക്കെ കഠിന അധ്വാനം ചെയ്താലും പ്രാർത്ഥിച്ചാലും നമ്മുടെ മുന്നിലുള്ള ആ ഭാഗ്യത്തിന്റെ വാതിൽ മാത്രം തുറക്കപ്പെടുന്നില്ല എന്നൊരു തോന്നൽ. സ്വന്തം ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാതെ വലിയൊരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നവരാണ് ഈ വീഡിയോ കാണുന്നവരിൽ ഭൂരിഭാഗം പേരും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേവലം ഒരു വീഡിയോ അല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സും പ്രപഞ്ചശക്തിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ ശക്തമായ ഒരു മൈൻഡ് റീഡിംഗ് തൊടുപുറിയാണ്. ഞാൻ നിങ്ങളുടെ സ്ക്രീനിൽ 3 വ്യത്യസ്ത തരത്തിലുള്ള താക്കോലുകൾ കാണിക്കും. ഇതിൽ നിങ്ങളുടെ കണ്ണുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന, നിങ്ങളുടെ മനസ്സറിയാതെ തിരഞ്ഞെടുക്കുന്ന ആ താക്കോൽ ഏതാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ ഉള്ളിലെ രഹസ്യങ്ങളും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടാൻ പോകുന്ന ഭാഗ്യത്തിന്റെ വാതിലും ഏതാണെന്ന് ഇതിലൂടെ കൃത്യമായി മനസ്സിലാക്കാനായി സാധിക്കും. ഒന്നാമത്തേത് വർഷങ്ങളുടെ പഴക്കമുള്ള ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച വളരെ ശക്തമായൊരു പഴയ താക്കോലാണ്. രണ്ടാമത്തേത് സ്വർണ്ണ നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന വളരെ ആകർഷകമായ ഒരു താക്കോലാണ്. മൂന്നാമത്തേത് യാതൊരുവിധ ആർഭാടങ്ങളുമില്ലാത്ത വളരെ ശാന്തമായ ഒരു വെള്ളികൊണ്ടുണ്ടാക്കിയ താക്കോലാണ്. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് അല്പം ശാന്തമായിരുന്ന് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഒരു താക്കോൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത താക്കോലുകളുടെ ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി ഒന്നാമത്തെ ആ പഴയ ഇരുമ്പ് താക്കോലാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇരുമ്പ് എന്ന് പറയുന്നത് എത്രകാലം കഴിഞ്ഞാലും നശിച്ചുപോകാത്ത ഏറ്റവും കരുത്തുള്ള ഒരു ലോഹമാണ്. സൈക്കോളജിക്കലി പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും ആ ഒരു ഇരുമ്പ് താക്കോൽ പോലെ വല്ലാത്തൊരു ഭാരം ചുമക്കുകയാണ്. നിങ്ങൾ പുറമേ ചിരിച്ച് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അധികം ആരെയും അറിയിക്കാറുമില്ല. അതുകൊണ്ടുതന്നെ മറ്റുള്ളവർ വിചാരിക്കുന്നത് നിങ്ങൾ വളരെ ഹാപ്പിയാണ് എന്നാണ്. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ വളരെ സെൻസിറ്റീവായ ആളാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളുടെ ജീവിതം കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി മാത്രമുള്ള ഒരു ഓട്ടമായിരുന്നു. എന്നാൽ തിരികെ നിങ്ങൾക്ക് ലഭിച്ചത് അവഗണനയും കുറ്റപ്പെടുത്തലുകളും ചതികളും മാത്രമാണ്. പണമുള്ളപ്പോൾ നിങ്ങളുടെ ചുറ്റും നിന്നവർ ഒരവശ്യം വന്നപ്പോൾ തിരിഞ്ഞുപോലും നോക്കാത്ത അവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സ്പിരിച്വലി ഇരുമ്പ് പ്രതിനിധീകരിക്കുന്നത് ശനി ഭഗവാനെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നതൊന്നും യാദൃശ്ചികമല്ല. അത് നിങ്ങളുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി പ്രപഞ്ചം നടത്തിയ ചില പരീക്ഷണങ്ങളായിരുന്നു. ആ കാലം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ആ വലിയ ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നത് തലമുറകളോളം നിലനിൽക്കുന്ന ശാശ്വതമായൊരു വിജയമായിരിക്കും. സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം പൂർത്തിയാകാനുള്ള വഴികൾ ഈ കാലയളവിൽ തുറന്നുകിട്ടും. നിങ്ങളുടെ കണ്ണുനീരിന് പ്രപഞ്ചം പകരം നൽകാൻ പോകുന്നത് സമാനതകൾ ഇല്ലാത്ത വിജയത്തിലൂടെയാണ്. ഇനി രണ്ടാമതായി തിളങ്ങി നിൽക്കുന്ന ഒരു സ്വർണ്ണ തക്കോലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. സ്വർണം എന്നത് ആഡംബരത്തിന്റെയും വലിയ സ്വപ്നങ്ങളുടെയും ഒപ്പം ലക്ഷ്മിദേവിയുടെയും പ്രതീകമാണ്. ജീവിതത്തിൽ വലിയൊരു നിലയിലെത്തണം എന്നാഗ്രഹിക്കുന്ന വലിയ പൊട്ടൻഷ്യലുള്ള ഒരാളാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾ വിജയത്തിന്റെ തൊട്ടടുത്തുവരെ എത്തും. പക്ഷെ അവസാന നിമിഷം എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം വന്ന് അത് മുടങ്ങിപ്പോകും. ലോണുകൾ മുടങ്ങുക, വിസക്ക് തടസ്സം വരിക, ബിസിനസ്സിൽ പെട്ടെന്ന് വലിയ നഷ്ടം സംഭവിക്കുക, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പാറ്റേണാണ്. സൈക്കോളജിക്കലി നോക്കിയാൽ നിങ്ങൾ എന്തിനെക്കുറിച്ചും അമിതമായി ചിന്തിച്ച് ടെൻഷനടിക്കുന്നൊരു വ്യക്തിയാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ പോയി സ്വന്തം കൈയിലെ കാശുകളയുകയോ പഴി കേൾക്കേണ്ടി വരികയോ ചെയ്യുന്ന അവസ്ഥയും നിങ്ങൾക്കുണ്ടാകാറുണ്ട്. ആത്മീയമായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഈ തുടർച്ചയായ പരാജയങ്ങൾക്ക് കാരണം നിങ്ങളുടെ കഴിവുകേടല്ല, മറിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ കടുത്ത ദൃഷ്ടിദോഷവും അസൂയയുമാണ്. മുഖത്തുനോക്കി ചിരിക്കുമെങ്കിലും ഉള്ളിൽ വിഷമുള്ള വലിയൊരു കൂട്ടം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. എന്നാൽ നിങ്ങളിനി ഭയപ്പെടേണ്ടതില്ല. ഈ തടസ്സങ്ങളുടെ കാലം മാറുന്നു എന്ന് തന്നെയാണ് പ്രപഞ്ചം പറയുന്നത്. പെട്ടെന്നുള്ള ഒരു സാമ്പത്തിക ഉണർവാണ് നിങ്ങളെ ഇനി കാത്തിരിക്കുന്നത്. ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്ന് കരുതിയ പണം തിരികെ കൈകളിൽ വന്നുചേരും. രാജയോഗത്തിന് സമാനമായൊരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ ഇനി കാലെടുത്തുവെക്കുന്നത്. നിങ്ങളുടെ കഴിവുകളെ ലോകം അംഗീകരിക്കുന്ന ആ വലിയ വാതിലാണ് നിങ്ങൾക്ക് മുന്നിൽ ഇനി തുറക്കപ്പെടുന്നത്. ഇനി അവസാനത്തെ താക്കോൽ ലളിതമായ വെള്ളികൊണ്ട് നിർമ്മിച്ച താക്കോലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ വെള്ളി പ്രതിനിധീകരിക്കുന്നത് ചന്ദ്രനെയും സാക്ഷാൽ പരാശക്തിയെയുമാണ്. നിങ്ങളുടെ മനസ്സിപ്പോൾ ആഗ്രഹിക്കുന്നത് കോടിക്കണക്കിന് രൂപയോ വലിയ ആഡംബരങ്ങളോ ഒന്നുമല്ല, മറിച്ച് കുറച്ച് സമാധാനം മാത്രമാണ്. രാത്രി കിടന്നാൽ സമാധാനമായി ഒന്നുറങ്ങണം. കുടുംബത്തിൽ പരസ്പരം വഴക്കുകളില്ലാതെ സ്നേഹത്തോടെ ജീവിക്കണം. ഇതുമാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥന. കാരണം കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നത്. നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും അത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. വീട്ടിൽ പോലും പലപ്പോഴും വില ലഭിക്കാറില്ല. സൈക്കോളജിക്കലി പറഞ്ഞാൽ നിങ്ങളൊരു വലിയ എമ്പതിയുള്ള ആളാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ സ്വന്തം സങ്കടമായി ഏറ്റെടുക്കുന്ന പ്രകൃതം. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ ചോർന്നു പോവുകയാണ്. എപ്പോഴും വല്ലാത്തൊരു ക്ഷീണവും തളർച്ചയും അകാരണമായ ദേഷ്യവുമൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. എന്നാൽ ആത്മീയമായി ഈ വെള്ളിത്താക്കോൽ നൽകുന്ന വാഗ്ദാനം വളരെ വലുതാണ്. ദേവിയുടെ പൂർണ്ണമായ സംരക്ഷണം ഇനി നിങ്ങൾക്ക് കൂടെയുണ്ടായിരിക്കും.
രോഗശാന്തിയുടെയും മനസമാധാനത്തിന്റെയും വാതിലുകളാണ് തുറക്കപ്പെടാൻ പോകുന്നത്. കുടുംബത്തിലെ കലഹങ്ങൾ മാറിവരും. നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ നിങ്ങളുടെ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കി തിരികെ വരും. വളരെ ശാന്തമായ, ആരും അസൂയപ്പെടുന്ന രീതിയിലുള്ള സമാധാനപരമായൊരു കുടുംബജീവിതം ഭഗവാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ ഈ പറഞ്ഞതുമായി എത്രത്തോളം സാമ്യമുണ്ടെന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. നിങ്ങളിതിൽ ഏത് താക്കോലാണ് തിരഞ്ഞെടുത്തത് എന്ന് തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമഃശിവായ എന്നോ നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമമോ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല കാലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.